ചിത തയ്യാറാണ്, ചിത ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ശ്രീനിയേട്ടനെ അവസാനമായി ഒരു നോക്ക് കാണണമെന്ന അനേകം മനുഷ്യരുടെ ആഗ്രഹം നിറവേറ്റേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾ വൈകുന്നത്. പ്രാർത്ഥനകളൊക്കെ നേരത്തെ പൂർത്തിയായതാണ്. പക്ഷേ ഇപ്പോഴും നിരവധി മനുഷ്യർ ജസ്റ്റ് ഒരു നോക്കൊന്ന് കാണാൻ, തങ്ങളുടെ ജീവിത മുഹൂർത്തങ്ങളെ അഭ്രപാളിയിൽ ആവാഹിച്ച, ആ ജീവിതങ്ങളെ കാട്ടിത്തന്ന ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അനേകായിരം ആളുകൾ കാത്തുനിന്നതുകൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾ വൈകിയത്. ഒരുപാട് മനുഷ്യർ ഒരു നോക്ക് കാണാനായി അവിടെ എത്തിയിരുന്നു. അതിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ല. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരുണ്ട്, സാധാരണ മനുഷ്യരുണ്ട്. എല്ലാവർക്കും ശ്രീനിവാസൻ ഒരുപോലെയാണ്. ശ്രീനിക്ക് വിട നൽകാനായി വലിയ ഒരു ജനാവലി കാത്തു നിൽക്കുമ്പോൾ അവർക്കെല്ലാവർക്കും കാണാനുള്ള അവസരമുണ്ടാവണം എന്നതുകൊണ്ടാണ് മുകേഷ് MLA നമുക്ക് കാണാം. ശ്രീനിവാസൻ്റെ സഹപ്രവർത്തകനാണെന്ന് മാത്രമല്ല, ശ്രീനിവാസൻ്റെ ആദ്യകാല സിനിമകൾ മുതൽ ശ്രീനിവാസന് ഒപ്പമുള്ള ആൾ കൂടിയാണ് മുകേഷ്. 40 വർഷത്തെ സൗഹൃദം എന്ന് പറയാം. ഈ നിൽക്കുന്ന പലരും 40 വർഷമായി ശ്രീനിവാസനെ അടുത്തറിയുന്ന, ശ്രീനിവാസന് കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്. 86-ലാണ്, 85, 86 കാലഘട്ടത്തിലാണ് മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, TP ബാലഗോപാലൻ MA പോലെയുള്ള സിനിമകൾ സംഭവിക്കുന്നത്. 1986 മാത്രം 14 ഹിറ്റ് സിനിമകൾക്കാണ് ശ്രീനിവാസൻ തൂലിക ചലിപ്പിച്ചിട്ടുള്ളത്. അതിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും TP ബാലഗോപാലൻ MAയും അടക്കമുള്ള സിനിമകൾ ഉൾപ്പെടും. കഥ പറഞ്ഞ് കഥയായി മാറിയ ശ്രീനിവാസൻ കഥാവശേഷനാകുമ്പോൾ ഒരു വലിയ കഥാപ്രപഞ്ചം, കഥാലോകം ബാക്കിയാണ്, കഥാപാത്രങ്ങൾ ബാക്കിയാണ്. ആ കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെട്ട അനേകായിരം മനുഷ്യർ ശ്രീനിവാസനെ ഓർത്തുകൊണ്ടേയിരിക്കും. ശ്രീനിവാസന് വിട നൽകാൻ മനുഷ്യർ അനസ്യൂതം പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷ. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക.